ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് സംസാരിക്കുകയുണ്ടായി. രഞ്ജിത്തിനോടാണ് സംസാരിച്ചത്. അദ്ദേഹം എന്താണ് ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് ലക്ഷ്യമിടുന്നത്, എന്തെല്ലാം വെല്ലുവിളി ഇക്കാര്യത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സർക്കാരും നേരിടുന്നുണ്ട്, എന്തെല്ലാം വിമർശനങ്ങൾ വരുന്നു, ആരൊക്കെ പങ്കാളികളായി വരും, അദ്ദേഹത്തിന്റെ ഒരു ചില അഭിപ്രായങ്ങളുണ്ട്. അതൊന്ന് കേട്ടതിന് ശേഷം മടങ്ങിയെത്താം. അദ്ദേഹത്തിന്റെ വാക്കുകൾ. ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകൾ അതിന്റെ അവസാന ഘട്ടത്തിലാണ്. നാളെയാണ് വളരെ പ്രധാനപ്പെട്ട ഈ സംഗമത്തിലേക്ക് ദേവസ്വം ബോർഡും സർക്കാരും മറ്റും കടക്കുന്നത്. നമ്മോടൊപ്പം ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ബോർഡ് മെമ്പറും ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണവുമായി ചേരുന്നുണ്ട്. എന്താ ഈ അവസാനവട്ട തയ്യാറെടുപ്പ്? നന്നായി മുൻകരുതലുമായി ബന്ധപ്പെട്ട് നന്നായി തയ്യാറെടുത്ത് മുന്നോട്ട് പോവുകയാണ്. പിന്നെ ഇന്ന് വൈകുന്നേരത്തോടുകൂടി കുറേയൊക്കെ ഡെലിഗേറ്റ്സുകൾ എത്തിച്ചേരുമെന്നാണ് വിചാരിക്കുന്നത്. അവരെല്ലാം സ്വീകരിക്കുവാനുള്ള നടപടിക്രമങ്ങൾ, രജിസ്റ്റർ ചെയ്യിപ്പിക്കുന്ന നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ 6 മണിയോടുകൂടിയാണ് നമ്മൾ ഔപചാരികമായി രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത്. 9:30 തന്നെ കൃത്യം ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കണമെന്നാണ് വിചാരിക്കുന്നത്. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട് പിന്നെ 3 സെഷനുകളുണ്ടാവും. ഒന്നാമത്തെ വേദിയിൽ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻ, രണ്ടാമത്തെ വേദിയിൽ ക്രൌഡ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻ, മൂന്നാമത്തെ വേദിയിൽ പിൽഗ്രിം ടൂറിസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഈ 3 വിഷയങ്ങളിൽ കൂടി കൺസോളിഡേറ്റ് ചെയ്ത് ഒരു കോൺസെപ്റ്റ് ഉണ്ടാക്കി അത് വാലിഡേറ്ററി ഫംഗ്ഷനിൽ ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ അവതരിപ്പിക്കും. നാളെ തന്നെയാണ്. അതിലൊരു കമ്മിറ്റിക്ക് രൂപം നൽകും. ആ കമ്മിറ്റി എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിന്റെയും ദേവസ്വം വകുപ്പിന്റെയും നേതൃത്വത്തിലായിരിക്കും. അതിൽ ഓരോ ഇതിൽ ആവശ്യമായിട്ടുള്ള പര്യാപ്തമായ വ്യക്തിത്വങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഈ കമ്മിറ്റി. ആ കമ്മിറ്റി ആയിരിക്കും ഈ മാസ്റ്റർ പ്ലാൻ പിന്നെ വിഭാവന ചെയ്യുന്ന, ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഹൈപ്പവർ കമ്മിറ്റിയുടെ അംഗീകാരത്തിന് വിധേയമായിട്ടായിരിക്കും. അപ്പോൾ ഇത് അങ്ങനെ ഈ ശബരിമലയുടെ അടിസ്ഥാന വികസനം നടപ്പിലാക്കുക എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് ഉദ്ദേശിക്കുന്നത്. ഈ ഹൈന്ദവ സംഘടനകളുടെയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ ഇതുവരെയുള്ള സഹകരണത്തെക്കുറിച്ച് എന്താണ്? ഇതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ വാക്കുകൾ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ വാക്കുകൾ ഇതാണ്. കഴിഞ്ഞ കുറെ നാളുകളായി, കുറെ മാസങ്ങളായിട്ട് ഇതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവര് അഭിമുഖീകരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി, ഈ ദേവസ്വം ബോർഡ് നേരിട്ട് ഒരുപക്ഷെ ഈ അയ്യപ്പ സംഗമം നടത്തിയിരുന്നെങ്കിൽ, പൂർണ്ണമായും അവർ അതിന്റെ കാര്യകർത്താക്കളായിരുന്നെങ്കിൽ ഇത്രയധികം വിമർശനങ്ങൾ ഒരുപക്ഷെ അവർക്ക് നേരിടേണ്ടി വരുമായിരുന്നില്ല. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ അതിന് അനുകൂലമായി സത്യവാങ്മൂലം കൊടുത്ത സർക്കാർ ഇതിന് മുൻകൈ എടുക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ വലിയ പ്രശ്നം. അതാണ് ഹൈന്ദവ സംഘടനകൾ, പ്രത്യേകിച്ച് BJP എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ആദ്യം തന്നെ ഉന്നയിച്ച ആക്ഷേപം എന്ന് പറയുന്നത്, സർക്കാർ എങ്ങനെ, ഒരു മതേതര സർക്കാർ എങ്ങനെ ഒരു അയ്യപ്പ സംഗമം പോലെ ഹിന്ദു വിശ്വാസികളെ വിളിച്ചു ചേർത്തുകൊണ്ടുള്ള ഒരു പരിപാടി നടപ്പിലാക്കുന്നു. ദേവസ്വം ബോർഡ് അല്ലല്ലോ, സ്റ്റാലിനെ പോലും പോയി ക്ഷണിച്ചത് നമ്മുടെ ദേവസ്വം മന്ത്രിയാണല്ലോ എന്ന ഒരു ആക്ഷേപം. അതിന്റെ ഒരു എന്താണ്, അത് വല്ലാതെ വളർത്തിയെടുത്ത് വിശ്വാസികൾക്കെതിരെ എടുത്തു പറയുന്നുണ്ടായിരുന്നു. പ്രതിപക്ഷം ഇക്കാര്യം ഉന്നയിക്കുകയുണ്ടായി. അത് മാത്രമല്ല, ഫ്ലെക്സ് ബോർഡുകൾ മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ സർക്കാരിന്റെ ഒരു സാന്നിധ്യം നിഴലിച്ചു നിൽക്കും, മുഴിച്ചു നിൽക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം മുഖ്യമന്ത്രിയുടെയും ദേവസ്വം മന്ത്രിയുടെയും ഫ്ലെക്സ് ബോർഡുകളാണ് എല്ലായിടത്തും കാണാൻ കഴിയുന്നത്. അവിടെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു കാര്യമുണ്ട്, അയ്യപ്പന്റെ ഫോട്ടോ ഈ ബോർഡുകളിൽ നിന്നൊക്കെ എടുത്ത് മാറ്റിയെന്ന്. അയ്യപ്പന്റെ ഒരു ചെറിയ ചിത്രമുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. പക്ഷെ പ്രതിപക്ഷം സ്വാഭാവികമായിട്ടും ആ ഒരു ആരോപണം ഉന്നയിക്കും. കാരണം ഇത് സർക്കാർ ഹൈജാക്ക് ചെയ്തു ഇത്തരം ഒരു അയ്യപ്പ സംഗമത്തെ. അത് വിശ്വാസികൾക്ക് നേരത്തെ 2019 ഉണ്ടായ ആചാരം ലംഘിച്ചതുപോലെയുള്ള സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അതിനെ ന്യായീകരിച്ചതുപോലെയുള്ള കാര്യങ്ങൾ സംഭവിച്ചു. അതിനുള്ള ഒരു പ്രായച്ചിത്തം എന്ന രീതിയിൽ സംസ്ഥാന സർക്കാർ ചെയ്യുന്നു എന്ന രീതിയിലുള്ള ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടും രഞ്ജിത്ത് പറഞ്ഞതുപോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നേരിട്ട് ദേവസ്വം ബോർഡ് മുന്നിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു അയ്യപ്പ സംഗമം നടത്തുകയായിരുന്നുവെങ്കിൽ ആ വിമർശനം ഒഴിവാക്കാമായിരുന്നു. സർക്കാർ അല്ലെങ്കിൽ പാർട്ടി ദേവസ്വം ബോർഡിനെ ഹൈജാക്ക് ചെയ്തു എന്നുള്ള വിമർശനമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹൈന്ദവ സംഘടനകൾ ആദ്യഘട്ടം മുതൽ ഇതിനൊരു വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നുണ്ട്. കാരണം സത്യവാങ്മൂലവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി, സുപ്രീം കോടതിയിൽ കൃത്യമായ നിലപാട് വ്യക്തമാക്കാത്ത സർക്കാർ, അതുപോലെ ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ ഇതുവരെ കേസുകൾ പിൻവലിക്കാത്ത സർക്കാർ, ഇതിന് നേരിട്ട് നേതൃത്വം നൽകുമ്പോൾ എന്ത് ലക്ഷ്യമാണ് ഇതിന് പിന്നിൽ എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ഉയർന്നത്. ഏതായാലും പക്ഷെ അതിനൊക്കെ അപ്പുറം മഞ്ജുഷ്, വളരെ വിപുലമായ ക്രമീകരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. സർക്കാരിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ അവര് ഇതുവരെ
ശബരിമലയിൽ സംഭവിക്കാത്ത ഒരു പദ്ധതിക്ക് തുടക്കമിടുന്നു. അതായത് ഭക്തരെ കൂടി ശബരിമലയ്ക്കൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് അവർക്ക് കേൾക്കാനുള്ള ആശയങ്ങൾ കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു ആശയ രൂപീകരണത്തിലേക്കാണ് അതുമായിട്ട് അയ്യപ്പന്മാർ സഹകരിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ ഓൺലൈനിൽ തന്നെ ഇതിനു വേണ്ടിയുള്ള ബുക്കിംഗ് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുവാനുള്ള ബുക്കിംഗ് തുടങ്ങിയപ്പോൾ തന്നെ നല്ല തിരക്കായിരുന്നു. 5000-ഓളം ആളുകൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തു. അന്നേരത്തേക്കും അത് ക്ലോസ് ചെയ്യുകയും ചെയ്തു. കുറേയേറെ പേർക്ക് ഇതിൽ നിന്ന് ഒഴിവാകേണ്ടിയിരുന്നു. അതായത് ആദ്യം ബുക്ക് ചെയ്ത 3000 പേർക്കാണ് പങ്കെടുക്കാനുള്ള അവസരം ഒരുക്കിയിരിക്കുന്നത്. ഡാൻ കുര്യൻ ഇതേക്കുറിച്ച് വിശദമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഡാൻ ഇത് വിശദമായിട്ട് ഇവിടെ എല്ലായിടത്തും പോയി ഓരോ വേദികളും കണ്ട് എങ്ങനെയാണ് ഒരുക്കങ്ങൾ നടത്തിയിട്ടുള്ളത്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സർക്കാരും ചേർന്ന്